ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. 5-ാം അധ്യായം 1-ാം തിരുവചനം, ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു സഹോദരന്റെ കൂടെ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വഴിയിൽ ഒരു പണക്കിഴി കിടക്കുന്നത് കണ്ട് ആ സഹോദരൻ ചോദിച്ചു, അത് ഞാനെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കട്ടെയോ? അസീസി പുണ്യവാൻ പറഞ്ഞു, പാടില്ല, അത് പിശാചിൻ്റെ തന്ത്രമാണ്. എന്നാൽ സഹോദരന്റെ നിർബന്ധം മൂലം ഫ്രാൻസിസ് അസീസി അതിന് സമ്മതിച്ചു. ആ സഹോദരൻ തിരികെ ചെന്ന് ആ പണക്കിഴിയെടുത്തു. തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു സർപ്പം ചാടി വന്നു. പ്രിയപ്പെട്ടവരെ, ധനത്തോടുള്ള ആസക്തി ഉപേക്ഷിക്കണമെന്നാണ് ഈ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം പുണ്യത്തിൽ വളരുമ്പോൾ ധനത്തോടുള്ള ആസക്തി കുറഞ്ഞു പോകുന്നു. നമുക്ക് ഈ സന്ദേശം സ്വന്തമാക്കണ്ടേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ലളിതമാകാൻ, മനോഭാവം ലളിതമാകാൻ ദൈവം നമുക്ക് കൃപ ചൊരിയട്ടെ. ദൈവത്തിൻ്റെ ആ കരവലയത്തിൽ നാം മുന്നേറുന്നതായാൽ ദൈവത്തിൻ്റെ ആ ദരിദ്രരോടുള്ള സ്നേഹ സ്വഭാവം നമുക്കും സ്വന്തമാക്കാം. എല്ലാവരെയും ദൈവം തൊട്ടനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമാധാനവും വലിയ കൃപയും നിറയട്ടെ. ആമേൻ.